എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ദൈവവചനത്തിലേക്ക് സ്വാഗതം പറഞ്ഞു. തുടർന്നുള്ള സമയങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനുമുള്ള താല്പര്യം ഏവർക്കും ഉണ്ടാകണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് ബാബിലോണിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ബാബിലോൺ എന്നുള്ള ഒരു വിഷയം ഇതിനു മുമ്പേ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. അത് എന്താണ് ബാബിലോൺ എന്ന് മനസ്സിലാക്കുന്ന വിധത്തിലാണ് ഇന്ന് നമ്മൾ ബാബിലോണിൻ്റെ ന്യായവിധി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോകും. അതിനു മുമ്പായിട്ട് തന്നെ ബാബിലോൺ എവിടെ ഉദിച്ചു, എങ്ങനെ അസ്തമിച്ചു എന്ന് ഒരു സൂചന മാത്രം നൽകിക്കൊണ്ട് അതിൻ്റെ വിവരണത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിൽ 7-ാം അധ്യായത്തിൽ ദാനിയേലിന് ദൈവം 4 മൃഗങ്ങളെ ദർശനത്തിൽ കൂടെ കാണിക്കുന്നു. ദാനിയേൽ പ്രവചനം 7-ന്റെ 7-ാം വാക്യത്തിൽ 4-മതൊരു മൃഗം, അത് വളരെ വിശേഷതയുള്ള മൃഗമാണ്. ആ മൃഗത്തിന് 10 കൊമ്പുണ്ട്, ഇരുമ്പ് പല്ലുണ്ട്. അത് കാൽ കൊണ്ട് ചവിട്ടി മെതിക്കുകയും ശേഷമുള്ളതിനെ മാന്തിക്കളയുകയും ചെയ്യുന്നു എന്നാണ്. ഈ 4 മൃഗങ്ങൾ 4 സാമ്രാജ്യങ്ങളാണെന്ന് നമ്മൾ ഇതിനു മുമ്പേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പം 4-മത്തെ സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന മൃഗമാണ്, ഒരു ഹിംസ്ര ജന്തു. അങ്ങനെ ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സിംഹത്തിന്, ആ മൃഗത്തിന് 10 കൊമ്പ് കാണും. ആ 10 കൊമ്പിൽ 3 കൊമ്പുകൾ പിഴുതു പോകുന്നു. അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു കൊമ്പ് മുളച്ചു വരുന്നു. ആ മുളച്ചു വരുന്ന കൊമ്പിന് കണ്ണുമുണ്ട്, വായും ഉണ്ടെന്ന്. അത് വമ്പ് സംസാരിക്കുന്നു എന്ന് പറയും. റോമൻ സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ടാണ് ഈ 8-മത്തെ കൊമ്പ് വരുന്നത്. അതിൻ്റെ അർത്ഥം രാഷ്ട്രവും മതവും ചേർന്ന ഒരു ഭരണകൂടം ഉണ്ടാകുമെന്നാണ് കിട്ടിയ വാക്യം. രാഷ്ട്രവും ഭരണകൂടവും ചേർന്ന ഒരു സംവിധാനം, അതായത് ക്രൈസ്തവ മതവും റോമൻ ഭരണകൂടവും ആധിപത്യം കൈവരിക്കുന്നു എന്നാണ് വാക്യം കിട്ടിയോ? ദാനിയേൽ 7-ന്റെ 7-ാം വാക്യം. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലും ഉണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വച്ചു
ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. അതായത് ഈ 7 കൊമ്പും ഈ മുളച്ചു വന്ന കൊമ്പും ന്യായാസനങ്ങളെ വെച്ചു. അതിൻ്റേതായ നിയമസംഹിതകൾ ഉണ്ടാക്കിയെന്നാണ്. എന്തിനാണ്? ഇവിടെ മഹാബാബിലോണിൻ്റെ ജനനമാണ് നടക്കുന്നത്. അതിന് പ്രത്യേക ഭരണ സംവിധാനം, മതവും രാഷ്ട്രവും ചേർന്ന ഭരണ സംവിധാനം ഉടലെടുക്കുകയാണ്. അത് ക്രൈസ്തവരെ പീഡിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇതിൻ്റെ നിവൃത്തി ആരംഭിക്കുന്നത് അപ്പസ്തോലന്മാരുടെ കാലത്ത് തന്നെ ഈ ഭരണം ഭൂമിയിൽ ആരംഭിച്ചു എന്നാണ്. മതവും രാഷ്ട്രവും ചേർന്ന ഈ ഭരണകൂടം ആദിമ ക്രൈസ്തവ സഭയെ പീഡിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് അപ്പസ്തോലന്മാരുടെ കാലശേഷം. അപ്പം അന്ന് ഉദിച്ച ഈ മഹാബാബിലോണിൻ്റെ ജൈത്രയാത്ര യേശുക്രിസ്തുവിൻ്റെ 2ാം വരവോളം നീണ്ടുപോകുന്ന ഒരു ദീർഘ കാലഘട്ടത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പം ഇതിന് അന്തിമമായി ഒരു നാശമുണ്ടാകുമെന്ന് ദൈവം പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു. യെശയ്യാപ്രവചനം 47-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. 47:1-3 ബാബേൽ പുത്രിയായ കന്യകെ, ഇറങ്ങി പൊടിയിലിരിക്കാം. കൽദയ പുത്രി, സിംഹാസനം കൂടാതെ നിലത്തിരിക്കാം. നിന്നെ ഇനി തന്നുങ്കിയെന്നും സുഖഭോഗിനിയെന്നും വിളിക്കയില്ല. തിരികല്ല് എടുത്തു മാവ് പൊടിക്കാം. നിന്റെ മൂടുപടം നീക്കുക. വസ്ത്രാന്തരമെടുത്ത് കുത്തി തുടമറയ്ക്കാതെ നദികളെ കടക്കാം. നിന്റെ നഗ്നത അനാവൃതമാകും. നിന്റെ നാണിടം കാണും. ഞാൻ ഒരു മനുഷ്യനെയും ആദരിക്കാതെ പ്രതികാരം നടത്തും. ബാബേൽ പുത്രിയായ കന്യകയെ, ഇറങ്ങി പൊടിയിലിരിക്കാം. ബാബേൽ പുത്രി സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി പൊടിയിലിരിക്കുന്ന ഒരു കാലമുണ്ടാകുമെന്ന് പ്രവാചകൻ ഇവിടെ അരുളി ചെയ്യുന്നു. കൽദയപുത്രി, സിംഹാസനം കൂടാതെ നിലത്തിരിക്കാം. നിന്നെ ഇനി തന്വങ്കിയെന്നും സുഖഭോഗിനിയെന്നും വിളിക്കില്ല. തിരികല്ലെടുത്ത് മാവ് പൊടിക്കാം. നിന്റെ മൂടുപടം നീക്കുക. വസ്ത്രാന്തം എടുത്തു കുത്തി തുടമറയ്ക്കാതെ നദികളെ കടക്കാം. നിന്റെ നഗ്നത അനാവൃതമാകും. നിന്റെ നാടിണം കാണും. ഞാൻ ഒരു മനുഷ്യനെയും ആദരിക്കാതെ പ്രതികാരം നടത്തും. യഹോവ ഈ മഹാബാബിലോണിനു വേണ്ടി മഹാപ്രതികാര ദിവസം കരുതിയിരിക്കുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു മഹാപ്രതികാരം ബാബിലോണിന് കരുതണമെങ്കിൽ പാതകം ചെയ്തിരിക്കണം മഹാബാബിലോൺ. മഹാബാബിലോൺ ചെയ്ത പാതകങ്ങളെക്കുറിച്ച് പുതിയ നിയമങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഈ ബാബേൽ പുത്രി രാജ്ഞിയായിട്ടാണ് ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് 47-ന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാൻ മാത്രം, എനിക്ക് തുല്യമായി മറ്റാരുമില്ല. ഞാൻ വിധവയായിരിക്കില്ല, പുത്രനഷ്ടം അറിയുകയുമില്ല. ഉണ്ടോ? മഹാബാബിലോണിൻ്റെ അവകാശം, ഞാൻ വിധവയായിരിക്കില്ല, എനിക്ക് പുത്രന്മാരുണ്ടാകും, ഞാൻ വലിയ ഒരു പ്രസ്ഥാനമായിട്ട് തീരും എന്നാണ്. അപ്പം ഇങ്ങനെ മനസ്സിൽ കരുതിക്കൂട്ടിയിരിക്കുന്ന ഈ മഹാബാബിലോണ് ദൈവം
ശിക്ഷ കൽപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് പുത്രനഷ്ടം, വൈധവ്യം ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. ഇത് ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യമായിട്ടാണ്. അവൾ രാജ്ഞിയായിട്ടിരിക്കുകയില്ല, അവൾ വിധവയായിത്തീരും. ഇങ്ങനെ പ്രവചനത്തിൽ ബാബിലോണിനെ കുറിച്ച് പറയുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 17:1 മുതൽ വായിക്കുമ്പോൾ അവിടെ ഈ മഹാവേശിയുടെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്തു തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. അപ്പോ യശയ്യാവിൽ നമ്മൾ ബാബേൽ പുത്രിയായ കന്യകയാണ് കാണുന്നത്. പുതിയ നിയമകാലത്തിലായപ്പോഴത്തേക്കും ഈ കന്യക അവൾ വിവാഹിതയായിരിക്കുന്നു. മാത്രമല്ല അവൾ പരസംഗം ചെയ്തിരിക്കുന്നു. എല്ലാവിധ ചാരിത്ര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് അവൾക്ക് ന്യായവിധി ദൈവം വരുത്തുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ മഹാബാബിലോണിനെ എന്തിൻ്റെ പേരിലാണ് ന്യായം വിധിക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മഹാബാബിലോൺ ചെയ്ത തെറ്റെന്താണ്? വെളിപ്പാട് പുസ്തകം 17:5-6 വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. മർമ്മം മഹദിയം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവൾ ചെയ്ത ഒരു തെറ്റാണ്. അത് ചെറിയ തെറ്റാണോ? ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ, യേശുവിൻ്റെ സാക്ഷികളുടെ രക്തം അവൾ കുടിച്ചു. എങ്ങനെയാണ്? ഈ റോമൻ സാമ്രാജ്യവും പാപ്പാധിപത്യവും ചേർന്ന് ക്രൈസ്തവരെ പീഡിപ്പിച്ചും ദണ്ഡിപ്പിച്ചും പോന്ന കാലഘട്ടങ്ങൾ, വിശുദ്ധന്മാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങൾ ദൈർഘ്യമേറിയ കാലഘട്ടമാണ്. അപ്പോൾ അതിന് ഇരട്ടിയായി അവൾക്ക് പകരം കൊടുക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു. വെളിപ്പാടിൻ്റെ കാലത്താണ് ഇതിൻ്റെ പ്രതികാരത്തെക്കുറിച്ച് യോഹന്നാന് അറിവ് കൊടുക്കുന്നത്. വെളിപ്പാട് 18:20 വാക്യം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിച്ചു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഈ മഹാബാബിലോണിൻ്റെ പീഡയ്ക്ക് ഇരയായി തീർന്നു എന്നാണ് വെളിപ്പെടുത്തുന്നത്. ഇതാണ് മഹാബാബിലോണിൻ്റെ പാതകം. നീറോ ചക്രവർത്തി മറ്റേ ക്രൈസ്തവരെ പീഡിപ്പിച്ച കഥകളെല്ലാം എല്ലാ ക്രിസ്ത്യാനികൾക്കും അറിവുള്ളതാണ്. അപ്പോൾ ദൈവം ഈ മഹാവേശിയെ അപ്പോസ്തലന്മാരുടെ കാലം മുതൽ
ഇങ്ങനെ അനുവദിച്ചിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി മോവാബിൻ്റെ ഒരു വേലയാണ് ഇവർ ചെയ്തുകൊണ്ട്. മോവാബിനിക്ക് കഴുകുവാനുള്ള വട്ടക, ദൈവത്തിൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു മോവാബായിട്ടാണ് മഹദിയാം ബാബിലോണിനെ ഇത്രയും കാലം ദൈവം ദീർഘിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സഭയുടെ പൂർത്തീകരണം ആയിക്കഴിഞ്ഞാൽ ഈ മഹാബാബിലോണിനെ നിശേഷം നശിപ്പിച്ചു കളയും എന്നാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ, ഇവരുടെ എല്ലാം രക്തം അവളിലല്ലോ കണ്ടത്. ഇതൊരു മതപ്രസ്ഥാനങ്ങളും സമ്മതിക്കുകയില്ല. ഈ മഹാബാബിലോൺ ഞങ്ങളാണെന്ന് ഓരോ പ്രസ്ഥാനങ്ങളും സമ്മതിക്കുകയില്ല. ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇത് സമ്മതിച്ചേ പറ്റൂ. വെളിപ്പാട് 1-ാം അധ്യായത്തിൽ നിക്കോലാവ്യരെ കുറിച്ച് പറയുന്നുണ്ട്. നിക്കോലാവ്യരുടെ ഉപദേശം നീ പകയ്ക്കുന്നു എന്നൊരു ഗുണം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സഭയിൽ തന്നെ ഈ നിക്കോലാവ്യരുടെ ഉപദേശം പിൻപറ്റുന്നവരുണ്ടാണ്. ചിലര് നിക്കോലാവ്യരുടെ ഉപദേശം പിടിച്ചുകൊണ്ട് സഭയിൽ നിന്നു എന്നും പറയുന്നു. അപ്പോൾ ആ നിക്കോലാവ്യർ എന്ന് പറയുന്ന ആദിമ സഭ ഏതാണോ അത് തന്നെയാണ് മഹദിയാം ബാബിലോൺ. ഈ മഹദിയാം ബാബിലോണിന് മക്കളുണ്ടെന്നുള്ളതാണ് വിശേഷം. മാതാവാണ്, സർവ മതങ്ങളുടെയും മാതാവാണ്. ഈ മാതാവായ ഈ വ്യാജമതം പഠിപ്പിക്കുന്ന വ്യാജ ഉപദേശങ്ങളാണ് മക്കളും പഠിക്കുന്നത്. അങ്ങനെ ഭൂമി മുഴുവൻ ഇന്ന് ഈ പ്രസ്ഥാനം നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് മതവും രാഷ്ട്രവും ചേർന്ന് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനകത്ത് വ്യവസായികളുണ്ട്, രാജാക്കന്മാരുണ്ട്, മറ്റ് ബഹുമുഖമായ ജീവിത വൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകളും അതിനകത്തുണ്ട്. ഇതല്ല ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ യഥാർത്ഥ സഭയെ സംബന്ധിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും എന്നാണ്. അങ്ങനെ ജീവനും വിശുദ്ധിയും പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചവരുടെ കൂട്ടമാണ് ഈ സഭയിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് വ്യാജസഭ ദൈവത്തിൻ്റെ യഥാർത്ഥ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിൻ്റെ നാശത്തിൻ്റെ കാലം യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൻ്റെ ആരംഭത്തിലാണ്. അവൻ തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അധർമ്മമൂർത്തിയെ നശിപ്പിക്കുമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവം കൊണ്ട് അധർമ്മമൂർത്തിയെ നശിപ്പിക്കും. അപ്പം അധർമ്മമൂർത്തി എന്നില്ലാതെയാകുന്നുവോ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വ്യാജമായ സകല ഉപദേശങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. അത് യേശുക്രിസ്തുവിൻ്റെ സത്യം ലോകത്തിന് വിളംബരം ചെയ്യുന്ന കാലം ആയിരിക്കും കർത്താവിൻ്റെ 2ാം വരവിൻ്റെ ആദ്യഘട്ടം.
അപ്പോൾ എല്ലാ അസത്യങ്ങളും അധർമ്മങ്ങളും ദൂരീകരിക്കപ്പെടും. അപ്പം ഇതിൻ്റെ ബാബിലോണിൻ്റെ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. അനന്തരം ഞാൻ വലിയ അധികാരമുള്ളൊരു മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളിപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ബാബിലോണിന്റെ വീഴ്ചയെ കുറിച്ചാണ്. വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്തു. ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിൻ്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. നമ്മൾ പറഞ്ഞില്ലേ, മതവും രാഷ്ട്രവും ചേർന്ന ഒരു സംവിധാനമാണ് ഈ ബാബിലോൺ എന്ന് പറഞ്ഞില്ലേ. അതാണ് ഭൂമിയിലെ രാജാക്കന്മാർ, ഭൂമിയിലെ വ്യാപാരികൾ അവളോട് ബന്ധപ്പെട്ട് ഈ പ്രസ്ഥാനം കൊണ്ടുവന്നിരിക്കുന്നു. അതിൻ്റെ നാശം, അത് വീണുപോയി എന്നാണ് ഇവിടെ ദൂതൻ പറയുന്നത്. അപ്പം ഇവിടെ ഈ നാശം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ കാലത്താണ് സംഭവിക്കുന്നത്. അതിൻ്റെ 18-ന്റെ 23-1 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും. ഇനി അതിനെ കാണുകയില്ല. വൈണികന്മാർ, വാദ്യക്കാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ എന്നിവരുടെ സ്വരം നിന്നിൽ ഇനി കേൾക്കയില്ല. ഇവിടെ ബാബിലോണിനെ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് പറയും. പിന്നെ ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത്, ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും. ഇനി അതിനെ കാണുകയില്ല. അപ്പോൾ സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളയുമ്പോൾ നമുക്ക് പിന്നെ അതിനെ ദർശിക്കാൻ കഴിയുന്നില്ല. പിന്നെ ബാബിലോൺ ഇല്ല. എന്താണ് ബാബിലോൺ ഇവിടെ മനുഷ്യരുടെ ഇടയിൽ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ? ഈ ബാബിലോൺ എന്ന പേരിലല്ല ഈ നാമധായ ക്രൈസ്തവ സഭ രൂപം കൊണ്ട്. അത് ദൈവം ഇട്ടിരിക്കുന്ന പേരാ ബാബിലോൺ. ബാബിലോൺ എന്ന വാക്കിൻ്റെ അർത്ഥം കുഴപ്പം, കലക്കം എന്നൊക്കെയാണ്. ആദ്യം മുതലേ കലക്കമാണ്. ബാബേൽ ഗോപുരം പണിതപ്പോൾ കലക്കമുണ്ടായി. ബാബേൽ ചക്രവർത്തി, ബാബിലോണിയൻ ചക്രവർത്തി, അദ്ദേഹം ദൈവത്തിൻ്റെ ജനത്തെ പീഡിപ്പിച്ചു. അത് ബാബിലോണിൻ്റെ മറ്റൊരു നിഴലാണ്. പുതിയ നിയമ വിശ്വാസികളെ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയും അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരെയും പൊരുളിലെ നാമധേയ മതമാകുന്ന ഈ മഹാബാബിലോൺ നൂറ്റാണ്ടുകളായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അവസാനം ആ വ്യാജമതം സമുദ്രത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലിൻ്റെ അവസ്ഥയിലായിത്തീരുന്നു. അപ്പം ഈ വ്യാജമത പ്രസ്ഥാനം ഈ ലോകത്തിലെ വ്യാപാരികളോടും
രാജാക്കന്മാരോടും ഇതര പ്രസ്ഥാനങ്ങളോടും ബന്ധപ്പെട്ട് ക്രിസ്തുവിൻ്റെ സഭയെന്ന വ്യാജേന നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഇതിന് 3-4 ഭാഗങ്ങളുണ്ട് ഈ ബാബിലോൺ. റോമൻ സാമ്രാജ്യം അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ശക്തിയിലായിരുന്നു. പിന്നീട് റോമൻ സാമ്രാജ്യം ശക്തി കുറഞ്ഞു. അത് 2ആയി വിഭജിക്കപ്പെട്ടു. രാഷ്ട്രീയ റോമ എന്നും ആത്മീയ റോമ എന്നും. ആത്മീയ റോമായും രാഷ്ട്രീയ റോമയും തമ്മിലുള്ള സംഘടനം, അതിൽ ആത്മീയ റോമയാണ് വിജയം പ്രാപിച്ചത്. ആ ആത്മീയ റോമ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം കർത്താവിൻ്റെ ശിഷ്യന്മാരുടെയും പിൻവരുന്ന സത്യവിശ്വാസികളുടെയും ശത്രുക്കളായി തീർന്നു എന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ വ്യാജസഭ രൂപം കൊണ്ടത് അവർ നമ്മളിൽ നിന്ന് പുറപ്പെട്ടു, അവർ നമുക്കുള്ളവർ ആയിരുന്നില്ല എന്നാണ്. സത്യസഭയിൽ നിന്നും ഉടലെടുത്ത ഒരു വ്യാജമതമാണ് ബാബിലോൺ. അപ്പോൾ അത് നമുക്കുള്ളവരായിരുന്നില്ല. അപ്പോൾ നമുക്കുള്ളവരെന്ന വിഭാഗത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ അന്ന് യേശുക്രിസ്തു സംരക്ഷിച്ചു കൊണ്ടിരുന്നു. ആ സംരക്ഷണം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ 2ാം വരവിൽ അവരുടെ സംഖ്യ പൂർത്തിയാകുകയും അവരെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ ആ സത്യസഭ രാജകീയ പുരോഹിത കുലമായി തീർന്ന് ക്രിസ്തുവിനോടുകൂടി ഭൂമിയുടെ ഭരണാധിപത്യം കൈവരും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ വയോധികനായ ഒരുവൻ ഇരുന്നു. ന്യായവിസ്താര സഭ ആരംഭിച്ചു. അവിടെ വയോധികനായവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യഹോവയാണ്. യഹോവ ഈ ഭൂമിയുടെ രാജത്വം അതിൻ്റെ ഭരണം 5ാമത്തെ സാമ്രാജ്യമായി തീരുന്ന ദൈവരാജ്യം അത് ക്രിസ്തുവിനും സഭയ്ക്കും ഏൽപ്പിക്കുകയാണ്. അവൻ്റെ രാജത്വം നീങ്ങിപ്പോകാത്ത നിത്യരാജത്വമായിരിക്കും എന്നാണ്. അത് ഒരു നാളും നശിച്ചു പോകയില്ല. അതുകൊണ്ട് 5ാമത്തെ സാമ്രാജ്യം ക്രിസ്തുവിൻ്റെ സാമ്രാജ്യം. അത് ദാവീദിൻ്റെ സിംഹാസനം. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്നെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാമധേയ മാർഗങ്ങളുടെ നാശത്തോടുകൂടി ദൈവത്തിൻ്റെ രാജ്യം ആരംഭിക്കും എന്ന് പ്രവചനത്തിൽ കൂടെ നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പം ഈ മഹാബാബിലോണിനെ വിട്ടുപോരുവിൻ, അവളെ വിട്ടോടിപ്പോരുവിൻ എന്ന് പറഞ്ഞാൽ മഹാബാബിലോണിൻ്റെ വ്യാജ ഉപദേശങ്ങളിൽ നിന്ന് വിട്ടുപോരാൻ അവർ. എന്താണ് വ്യാജ ഉപദേശങ്ങൾ? മനുഷ്യൻ്റെ ആത്മാവ് മരിക്കുന്നില്ല, യേശു തന്നെയാണ് ദൈവം, യേശു തന്നെയാണ് പിതാവായ ദൈവമെന്നും പിതാവായ ദൈവം തന്നെയാണ് യേശു എന്നും പറഞ്ഞ് മാറ്റിയും മറിച്ചും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സത്യം മനസ്സിലാക്കാത്ത വിധത്തിൽ വ്യാജ ഉപദേശങ്ങളാണ് ആ മതത്തിൽ നിന്നും പുറപ്പെടുന്നത്. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് തന്നെയാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അവർ തൃത്വോപദേശം പഠിപ്പിച്ചിട്ടില്ല, നരകോപദേശം പഠിപ്പിച്ചിട്ടില്ല, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല, മനുഷ്യൻ്റെ ആത്മാവിന് നാശമില്ലെന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടില്ല. ഈ പഠിപ്പീരുകളെല്ലാം ഇന്ന് സർവ മതങ്ങളിലും സർവവ്യാപിയായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം മഹദിയ ബാബിലോണിൻ്റെ മക്കളാണ് മറ്റുള്ള എല്ലാ സഭകളുമെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്.
അപ്പം ഈ സത്യങ്ങളുടെ വെളിച്ചത്തിൽ അസത്യങ്ങളെ ദൂരീകരിക്കുവാനും യഥാർത്ഥമായ സത്യം മനസ്സിലാക്കുവാനും യഥാർത്ഥമായ മനഃശാന്തി കണ്ടെത്തുവാനും ദൈവം നമുക്കെല്ലാവർക്കും കൂടുതൽ ഇടവരുത്തട്ടെ. ഇത്രയും കേട്ട എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയങ്ങൾ കൂടുതൽ ഉത്സാഹമായിട്ട് ഞങ്ങൾക്കും പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇന്ന് അവസാനിപ്പിക്കുകയാണ്.